ഒരു ക്ഷീരാശനെ സംബന്ധിച്ച് സമയലാഭം പിന്നെ അധ്വാന ലാഭം ഇത് രണ്ടും മുഖ്യമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് വേണ്ടി ഒരു മെഷീൻ വാങ്ങിച്ചാൽ മതി. ആ മെഷീനാണ് കറം മെഷീൻ. പക്ഷേ നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് വാങ്ങണം. കാരണം നല്ല ക്വാളിറ്റി ഉള്ളത് വേണം, എന്നാൽ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനുള്ളത് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് മെഷീൻ ട്രേഡേഴ്സിൻ്റെ കുറച്ച് കറം മെഷീനുകളാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജോബി എന്നാണ്. നമ്മുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 10-12 പശുക്കളെ കറക്കുന്ന ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് വരുന്നത് നമ്മുടെ മിഷൻ ട്രേഡേഴ്സ് കൊടുക്കുന്നത് 20,000-നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. പ്ലസ് നമുക്ക് അതിനകത്ത് ട്രാൻസ്പോർട്ടിങ് വരും. കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കേരളത്തിൽ എവിടെയായാലും നമ്മൾ പോകുന്നതിന് നമുക്ക് ട്രാൻസ്പോർട്ടിങ് വരുന്നതിന് എക്സ്ട്രാ ആണ് വരുന്നത്. 20,000 ഒരു 200 LPM 0.75 HP വരുന്ന മോട്ടോർ സൈഡും 25 ലിറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബക്കറ്റും ഉൾപ്പെടുന്നു. പിന്നെ ഒരു വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആണ്. കർഷകരുടെ അടുത്ത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് മോട്ടോർ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനി സീലും സൈനും വെച്ചിട്ടുള്ള പേപ്പർ തരും. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് ചെയ്യാവുന്നതാണ്. വാക്കാൽ പറയല്ല, കമ്പനി സീലും സൈനും വെച്ചിട്ടുള്ള ഇത് റീപ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് മോഡൽ വരുന്നത് 250, 350 LPM വരുന്നുണ്ട്. അത് നമുക്കൊരു 20 പശുക്കളെ വരെ കറക്കാൻ പറ്റും. നമുക്കൊരു 3/4 ഇഞ്ച് 1 ഇഞ്ച് PVC ലെങ്ത് ഇടാൻ പറ്റുന്ന ഒരു മിഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡബിൾ ബക്കറ്റ് വേണമെങ്കിൽ ഡബിൾ ബക്കറ്റ് യൂസ് ചെയ്യാം. സിംഗിൾ ബക്കറ്റ് വേണ്ടവർക്ക് സിംഗിൾ ബക്കറ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 350 LPM വരും. 25 ലിറ്റർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. 304 ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത്. പിന്നെ ട്യൂബുകളൊക്കെ ഫുഡ് ഗ്രേഡ് ആണ്. പൾസലേറ്റ് വരുന്ന 60-40 ആണ്. ക്ലോ 240 cc. അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. കർഷകർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത്. നമുക്ക് ഈ മാക്സിമം നമുക്ക് തോന്നുന്ന ഒരു എൻക്വയറിയിൽ മാക്സിമം ആളുകൾ പറയുന്നത് കുറഞ്ഞ മിഷൻ ഉണ്ടോ എന്നാണ്. അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 18,000 റേഞ്ചിൽ ഒരു 5 പശുവിനെ കറക്കുന്ന പശു ഒരു മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കർഷകന് ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 10-12 പശുവായി പോകും. അപ്പോൾ ഈ മിഷൻ കൊണ്ട് അവർക്ക് പ്രയോജനമില്ലാണ്ടായി പോകും. അപ്പോൾ നമ്മൾ സാധാരണക്കാരനായ ഒരു കർഷകൻ നമുക്ക് ഇപ്പോൾ ഇത്ര പശുക്കളെ നിർത്താൻ പറ്റൂ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള മിഷനിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പാർട്സ് ആൻഡ് സർവീസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെ. കാരണം വെച്ചാൽ ഏത് കമ്പനിയുടെയും സർവീസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഓൾ കേരള. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരം ആയാലും കാസർഗോഡ് ആയാലും നിങ്ങൾ നമ്മുടെ കമ്പനി അഡ്രസ്സിലേക്ക് ഏത് ഭാഗമാണോ മോട്ടോർ ഭാഗമാണോ കംപ്ലൈന്റ് എങ്കിൽ അത് DTDC കൊറിയർ വഴിയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൊറിയർ വഴിയോ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇവിടുന്ന് തന്നെ സർവീസ് ചെയ്തിട്ട് തിരിച്ചയച്ചു തരുന്നതാണത്. ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയുടെ പാർട്സും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു കർഷകന്റെ ടാങ്ക് പൊട്ടി അത് ഓൺലൈൻ വഴി എടുത്തതാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വറിയിടാവണ്ട. നിങ്ങൾ ആ സ്റ്റാൻഡിന്റെ ഏകദേശം ഒരു മോഡല് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടാങ്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് എല്ലാം തിരിച്ചയച്ച് ആ മോട്ടർ അതിലേക്ക് സെറ്റ് ആക്കിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക. അത് കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമാണത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് അവരെടുത്തിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ കാഴ്ചപ്പാടാണ്, അയ്യോ ഇത് ഞാൻ ഓൺലൈൻ വഴി എടുത്തു, എനിക്ക് സർവീസ് കിട്ടില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ഏത് മിഷനായാലും നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളത് എല്ലാം റെഡിയാക്കിയിട്ട് തിരിച്ചയച്ചു തരുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി ചന്ദ്രനഗർ കൂട്ടുപാത എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടുന്ന് നേരെ കൊഴിഞ്ഞാമ്പാറ റോഡിലേക്ക് നമുക്ക് 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ മിഷൻ ട്രേഡേഴ്സ് സ്ഥാപനം. അപ്പോൾ ഞാനിപ്പോൾ പാലക്കാട് ടോപ്പ് ഇൻ ടൗൺ എന്ന സ്ഥലത്ത് വന്നേക്കാട്ടോ. ഇവിടെ ക്ഷീരോത്സവം നടക്കുന്ന 2025 ഇവിടെ ഇവർക്കൊരു സ്റ്റാളുണ്ട്. ആ ഒരു സ്റ്റാളാണ് നമ്മൾ കാണാൻ പോണത്. നേരെ അകത്തിട്ട് പോകാം. എൻ്റെ പേര് അനീഷ് എന്നാണ് പേര്. അനീഷിൻ്റെ മിൽക്കി മിഷനിൽ 3 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇതൊരു 10-12 പശുക്കളെ വരെ കറക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഇതല്ലേ കർഷകർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ്. തന്നെ 25 ലിറ്റർ SS-ന്റെ ബക്കറ്റ് വരുന്നത്. ഇതല്ലേ ഇതിൽ 3/4 HP മോട്ടറാണ് വരുന്നത്. 200 LPM-ലാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ SS-ന്റെ ബക്കറ്റ് ഉണ്ട്. 25 ലിറ്റർ ബക്കറ്റാണ് വരുന്നത്. ഈ ക്ലസ്റ്ററിന്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ? അത്യാവശ്യം വെയിറ്റ് ഉള്ള ക്ലസ്റ്ററാണ്. 25 പശുവുള്ള കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ്. 1 HP മോട്ടറിലാണ് വരുന്നത്. ഇത് 3/4 HP, 3/4 HP, ഇത് 1 HP ആണ്. ഇത് പൈപ്പ് ലൈൻ സിസ്റ്റമാണ് വരുന്നത്. തൊഴുത്തിന്റെ അകത്തൂടെ പൈപ്പ് ലൈൻ PVC ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് 2 ബക്കറ്റ് കപ്പാസിറ്റി ഉള്ള മെഷീനാണ്. ഇത്തരത്തിലുള്ള 2 ബക്കറ്റ് ഇതിൽ ഉപയോഗിക്കുന്ന മെഷീനാണ് ഇത് വരുന്നത്.
ഇത്തരത്തിലുള്ള കറ മെഷീൻ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കറണ്ട് ചാർജ് ഒക്കെ വരുമോ? ഇല്ല, അത് ചെറിയൊരു 3/4 HP മോട്ടർ ഉള്ളത് ഇതിൽ. കറണ്ട് ബില്ല് അധികം വരില്ല. നമുക്കൊരു മിക്സി ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കണം, അതിൻ്റെ അത്ര കറണ്ട് തന്നെ വരുള്ളൂ. കൂടുതൽ കറണ്ട് ഇതിൽ ആവശ്യമായിട്ട് വരില്ല. അത്രയും മതിയാവും. ഇതിന്റെ കൂടെ തന്നെ ഒരു 5 മീറ്റർ ഈ ഓസ് ഉണ്ടാവും. ഓസ് മുഖേന ബക്കറ്റിക്ക് പോകാം. പറ്റാത്തവർക്ക് നീളം കൂടുതലാണ്, ഈ ഓസ് എത്തുന്നില്ല പറയുന്നവർക്ക് മാത്രം ചെറിയൊരു PVC പൈപ്പ്, 1/2 ഇഞ്ച് PVC പൈപ്പ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. 1/2 ഇഞ്ച് PVC പൈപ്പ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ വാക്യൂം ഗേജ് ഉണ്ട്, പ്രഷർ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വാക്യൂം ഗേജ് ഉണ്ട്.